ഹായ് ജെ ആസ്പിറൻസ്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എക്സാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. LMRP ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പം. അപ്പം റിവിഷൻ നല്ല പ്രോപ്പറായിട്ട് തന്നെ കൊണ്ടുപോകുക. കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട്സിലാണെങ്കിലും PYQസിൻ്റെ ബേസിലായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് PYQസ് മാക്സിമം കൺസെപ്ഷ്യലായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ NIT കാലിക്കറ്റിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ക്ലോസിംഗ് റാങ്കുകളും അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ പെർസെൻറ്റേജുകളും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഓപ്പൺ നമുക്കറിയാം, അതായത് ഇപ്പം നമ്മൾ NIT കാലിക്കറ്റ് ആണെങ്കിൽ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ കേരള സ്റ്റേറ്റിലെ റെസിഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഓപ്പൺ കാറ്റഗറി നമ്മുടെ ഓപ്പൺ സ്റ്റേറ്റ് കോട്ടയിലും ഹോം സ്റ്റേറ്റ് കോട്ടയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഹോം സ്റ്റേറ്റ് കോട്ടയിൽ കൊടുക്കാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനുള്ള ചാൻസുകൾ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. സോ ഹോം സ്റ്റേറ്റ് കോട്ട നമ്മളിപ്പോൾ നമ്മുടെ നേറ്റിവിറ്റി ഏത് സ്റ്റേറ്റിലാണുള്ളത് അവിടെയാണ് നിങ്ങൾക്ക് ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടുക. ഇപ്പോൾ കേരളത്തിൽ നേറ്റിവിറ്റി ഉള്ളവർക്കെല്ലാം NIT കാലിക്കറ്റിൽ ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടും. സോ ഈ ഡാറ്റ എന്ന് പറയുന്നത് പ്യുവർലി ജോസ കൗൺസിൽ, നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. നമ്മുടെ ജോസ കൗൺസിൽ 2024 എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് റാങ്കുകൾ കാണാൻ സാധിക്കും. റൗണ്ട് 5 വരെയായിരുന്നു കൗൺസിലിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൗണ്ട് 5-ൽ ഏറ്റവും ക്ലോസിംഗ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ഓപ്പൺ സ്റ്റേറ്റ് അതിൻ്റെ ഹോം സ്റ്റേറ്റ് കോട്ട റാങ്കുകൾ വെച്ചിട്ടുള്ള ഒരു പെർസെൻറ്റേജ് അനാലിസിസ് ആണ് ശരിക്കും നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ ഉണ്ട്, ബയോടെക് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ഉണ്ട്. സോ ഇങ്ങനെ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് കോഴ്സ് കഴിഞ്ഞ വർഷത്തെ കൗൺസിലിംഗ് എൻഡ് ആയ സമയത്തും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 99% ക്ലോസ് ടു 99% നമ്മളിപ്പോൾ റാങ്ക് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഡാറ്റ മേ വേരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലസ് ഓർ മൈനസ് ചെറിയ വേരിയേഷൻ ഉണ്ടാണെങ്കിൽ പോലും ഒരു 99% എബോവ് ആണ് ജനറൽ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് റാങ്ക് ആണ്, റൗണ്ട് 5-ലെ ക്ലോസിംഗ് റാങ്ക്. അതായത് ജനറൽ കാറ്റഗറിയിൽ ഒരു സ്റ്റുഡൻറ്റ് ഹോം സ്റ്റേറ്റ് കോട്ട വരെ അപ്ഡേറ്റ് നമ്മൾ ഡാറ്റ കൊടുത്തപ്പോൾ അവിടെ 99% കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിയ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ തൊട്ട് താഴെ ഡിമാൻഡ് കൂടുതലുള്ള മറ്റൊരു കോഴ്സാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വളരെ അടുത്താണ്, 98.8% മുകളിലേക്കാണ് ശരിക്കും അവിടെ ഒരു ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഹോം സ്റ്റേറ്റ് കോട്ടയിൽ. അത് നമ്മൾ റാങ്കിൽ നിന്നാണ് ഈ പെർസെൻറ്റേജ്, അപ്പോൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ റാങ്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള മാർക്കുകൾ വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് അവിടെ സെക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതേപോലെ നെക്സ്റ്റ് ഈസ് അടുത്ത ഹൈ ഡിമാൻഡുള്ള മറ്റൊരു ബ്രാഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതും ഏകദേശം ഒരു 98.5% മുകളിലേക്ക് വന്നപ്പോഴാണ് ഏറ്റവും ഫൈനൽ റൗണ്ടിൽ അഡ്മിഷൻ കിട്ടാൻ ആവശ്യമായി വന്നത്. നമ്മളിനി സിവിൽ എഞ്ചിനീയറിംഗ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 95% ആണ്, 95% എബോവ് ആണ് ഏറ്റവും ഫൈനൽ റൗണ്ടിൽ ഓപ്പൺ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് ആവശ്യമായ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. കമ്മിങ് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 97% എബോവ് ആണ് കഴിഞ്ഞ വർഷത്തെ ഹോം സ്റ്റേറ്റ് ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ബയോടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ 96.5 ക്ലോസ് ടു 96.5% എബോവ് ആണ് അവിടുത്തെ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ NIT കാലിക്കറ്റിൽ നിങ്ങൾക്ക് റൗണ്ട് 5-ലേക്ക് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അവസാന വട്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിലും കുറച്ചും കൂടെ മുകളിലേക്കെന്നുള്ള രീതിയിൽ സ്കോറിംഗ് രീതിയിൽ നമ്മൾ നോക്കിയേ പറ്റൂ. കാരണം ഒരുപാട് എൻഡിലേക്ക് വന്നിട്ട് സീറ്റുകളുടെ അവൈലബിലിറ്റിയും വെച്ച് മാറുന്നതനുസരിച്ചുണ്ടായ ഒരു റാങ്കിങ് ഇത് മാത്രമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സോ 96.5 ആണ് ബയോടെക്നോളജിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഏകദേശം 94-നും 95%-നും ഇടയിലാണ് അവിടെ ഓപ്പൺ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഓപ്പൺ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ വന്ന കാറ്റഗറി റാങ്ക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തത് സിവിൽ എഞ്ചിനീയറിംഗിനാണ്, ഏറ്റവും ഹയസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനുമാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഏകദേശം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റൗണ്ട് 5-ലേക്ക് എത്തുമ്പോൾ പോലും ഒരു 95% എബോവ് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. ബ്രാഞ്ചുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമായിരിക്കരുത്. എനിക്ക് ഇന്ന ബ്രാഞ്ച് അവൈലബിൾ ആയി അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് പോയി പഠിക്കുന്നതാവരുത്. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കി അത് ഒന്ന് തിരഞ്ഞെടുക്കാനും അതനുസരിച്ച് സ്കോർ ചെയ്യാനും നല്ലൊരു സ്കോർ എത്തിക്കാനുമുള്ള ടൈം നിങ്ങളുടെ മുന്നിൽ ഇനിയുമുണ്ട്. രണ്ട് മെയിൻ സെഷനും അത് കഴിഞ്ഞ് അഡ്വാൻസ് സെഷനും വരുന്നുണ്ട്. ഇപ്പോൾ NIT കാലിക്കറ്റ് ആണ് ഡ്രീമെങ്കിൽ അത് പർസ്യൂ ചെയ്യാം, അതിന് മുകളിലേക്ക് ഡ്രീമുകൾ ഉണ്ടെങ്കിൽ അതും പർസ്യൂ ചെയ്യാം. അപ്പോൾ അതിനുള്ള എല്ലാ സമയങ്ങളാണ് ഈ ഒരു സമയം. സോ അതുകൊണ്ട് തന്നെ കോളേജുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും കോളേജുകളുടെ പെർസെൻറ്റേജിലും കട്ട് ഓഫുകൾ അറിഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ റിവിഷനും കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് തന്നെ നടത്താൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ.